ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഡോഗ് വാക്കിങ്ങിന് നമുക്കൊരുമിച്ച് വാക്കിന് പോകാം. ഇന്ന് ഇച്ചിരി ലേറ്റായി, കാരണം 6:40 ആയി. ഹസ്ബൻഡിന് പുറത്ത് പോകണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വാക്കിന് പോകാൻ പറ്റിയില്ല. സാധാരണ നമ്മൾ 4 o'clock 4:30 ഒക്കെ ആകുമ്പോഴാണ് പോകുന്നത്. ഇന്ന് ലേറ്റായി, കാരണം ആ സമയത്ത് പോയാൽ ശരിയാവത്തില്ലല്ലോ ഞാൻ തന്നെ. അതുകൊണ്ട് ഇച്ചിരി രാവിലെ വെട്ടമൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാക്കിന് പോകാം. പാല് വാങ്ങിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വാക്കിന് പോകുമ്പോൾ സംസാരിക്കുകയും ചെയ്യാം, എനിക്കൊരു കൂട്ടുമാകുമല്ലോ അല്ലേ. രാവിലത്തെ സമയത്ത് ഞാൻ 4:30ക്കും 5 o'clockനും ഒക്കെ തന്നെ എണീറ്റ് പോയാൽ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇച്ചിരി വെട്ടമൊക്കെ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അതേലും നന്നായി, കാരണം ഇതിപ്പം രാവിലെ വെട്ടമുള്ളപ്പോൾ വാക്ക് ചെയ്യുമ്പം കാണാൻ പറ്റുമല്ലോ. മറ്റേ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇരുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്, എടുത്താലും ക്ലിയറായിട്ട് കാണത്തുമില്ല. അപ്പം ഇതാകുമ്പം കാണാമല്ലോ. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ താത്തി പിടിച്ചേക്കുന്ന ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, മൊത്തം വീടുകളാണ്, ചെറിയ റോഡ്സാണ്. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയിലോട്ട് കിടക്കുന്നത് ശരിയല്ലല്ലോ. ആൾക്കാരൊക്കെ ഈ സമയത്ത് അവിടെ മുറ്റം തൂക്കുകയും എല്ലാവരും പുറത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ അവരുടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നാൽ അവരെന്നെ എന്ത് പറയുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തടത്താണ് ഞാൻ ഈ ക്യാമറ ഇങ്ങനെ മുകളിൽ പിടിച്ചേക്കുന്നത്. അല്ലാത്തപ്പോൾ എനിക്കിങ്ങനെ ഡോഗിൻ്റെ ലെവലിൽ തന്നെ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതായാലും വലിയ ട്രാഫിക്കൊന്നുമില്ല. പക്ഷേ മെയിൻ റോഡിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. മെയിൻ റോഡ് വരെ എനിക്കിവരെ ഓഫ് ലീഷിൽ നടത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലീഷിൽ ഇട്ടാലേ പറ്റത്തുള്ളൂ. കാരണം ജൂഡിയെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തിരിച്ച് വീട്ടിലോട്ട് ഓടും. അവൾക്ക് പിന്നെ വീട്ടിലോട്ട് പോകാൻ അറിയാം, എന്നാലും നമുക്ക് പേടി. ഞാൻ പണ്ട് ഒരിക്കൽ ഞങ്ങൾ ഓടിയിട്ടുണ്ട് ജൂഡിയുടെ പുറകെ, പക്ഷേ കറക്റ്റ് വീട് വരെ ചെല്ലും. ഇത് ഒരു പാർക്കാണ് ഇവിടുത്തെ. എൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ കാണുന്നത് മൊത്തം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. അവിടെ നടക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ ഡോഗ്സിനെ കൊണ്ട് പോകാൻ പറ്റുകയില്ല. അത് ഇവിടുത്തെ ഒരു കുഴപ്പമാണ്, പാർക്കുകളിൽ ഡോഗ്സിനെ കൊണ്ട് പോകാൻ പറ്റുകയില്ല. ഞങ്ങൾ ഈ രാവിലെ 4:30ക്കൊക്കെ എണീറ്റ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സമയം ആയിട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയല്ലോ. അപ്പോൾ ഒരു റൊട്ടീൻ അത്രേ ഉള്ളൂ, നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് 7 വർഷമായി. അപ്പം നേരത്തെയൊക്കെ വന്ന സമയത്തൊക്കെ ഞാൻ രാവിലെ എണീറ്റ് ജോഗിങ്ങിന് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ സമയങ്ങളൊക്കെ മാറി. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സമയം മാറ്റി വന്നതാണ്. ആ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പം പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെളുപ്പിനെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വാക്കിന് പോകാൻ തുടങ്ങിയത്. മറ്റേ ഞാൻ രാവിലെ ജോഗിങ്ങിന് പോയി മോളെ സ്കൂളിലൊക്കെ വിട്ട് അത് കഴിഞ്ഞ് പതുക്കെയായിരുന്നു ഞാൻ തന്നെയായിരുന്നു വാക്കിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. രാവിലെ ഞാൻ ഇതുപോലെ ജോഗിങ്ങിന് പോയപ്പോൾ ഞാൻ റോഡിൻ്റെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് പോകുന്നത്. അപ്പം വണ്ടികൾ റൈറ്റ് സൈഡിൽ കൂടെ ആണല്ലോ പോകേണ്ടത്. അപ്പോൾ ഈ ഓട്ടോക്കാരൻ ലെഫ്റ്റിൽ കൂടെ വരുക. ഞാൻ ഓർത്തു എൻ്റെ നേരെയാണ് വരുന്നത്. ഞാനപ്പം മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, ഇയാൾ റോങ് സൈഡിൽ കൂടെ ആണല്ലോ വരുന്നത്, ഇയാൾ എന്തിനാ ഈ വഴി കൂടെ വരുന്നതെന്ന്. ഇത് അങ്ങേരെ കറക്റ്റ് എന്നെ പിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അതുവഴി. എന്ത് ധൈര്യത്തിലാണ് അങ്ങേര് വന്നതെന്ന് എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചേ, നമ്മൾ പോകുന്ന ഉടനെ ആൾക്കാരാണേലും ആരാണേലും പറയുന്നത് എന്തുവാ, അവളങ്ങനെ ചിലപ്പം അവൾ ഷോർട്ട്സും വള്ളിയുള്ള ബ്രായും ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും, ജിം സ്പോർട്സിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോയത്. ഒന്നുമല്ല, ഞാൻ ജോഗിങ് ട്രാക്ക് പാൻസ് ഇതുപോലെ ഈ സെയിം ബ്ലാക്ക് ഇതുപോലത്തെ ഷർട്ടും പിന്നെ മണ്ടയ്ക്ക് ഒരു ജമ്പറുണ്ട്. തണുപ്പല്ലേ ബാംഗ്ലൂർ, രാവിലെ തണുപ്പ് സമയമാണ്, ജാക്കറ്റുണ്ട്, അത് ഇട്ടുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്നിട്ടും അങ്ങേരെ ആ ഒരു സമയം അത്രേ ഉള്ളൂ. അങ്ങേർക്ക് ആ സമയത്ത് അങ്ങനെ ഒന്ന് തോന്നി, അങ്ങനെ ഒന്ന് ചെയ്യുന്നു. അതൊരു എന്താ പറയണ്ടേ, അങ്ങേരുടെ പറയുന്നില്ല. എനിവേ സംഭവം അതുകൊണ്ട് എൻ്റെ ജോഗിങ് ആ സമയത്തെ നിർന്നു. അതാ സംഭവിച്ചത്, അത്രേ സംഭവിച്ചുള്ളൂ. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചെവിക്കകത്തുള്ള കുന്തവും വെച്ച് പാട്ടും കേട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പരസ്പരം മറന്നുപോകും, നമ്മൾ ഓർക്കുകയില്ല. എനിക്ക് അതുപോലെ റിയാക്ട് ചെയ്യാൻ പറ്റിയത്, കാണാൻ പറ്റിയത്, മാറി നിൽക്കാൻ പറ്റിയത്, ഞാൻ എപ്പോഴും ഓടുവാണേലും നടക്കുവാണേലും ഞാൻ ഈ ചെവിക്കകത്ത് ആപ്പും വെച്ചുകൊണ്ടൊന്നും നടക്കാറില്ല. നമ്മൾ ചുറ്റുവട്ടം മൊത്തം നോക്കിയും കണ്ടും വേണം നടക്കാനായിട്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയെങ്കിലേ
നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ നടക്കുന്ന സംഭവങ്ങളും ആരെതിലെ വരുന്നു ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്യണം എപ്പോഴാണേലും. ഞാനൊക്കെ ഇതൊക്കെ ഗൈഡിന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം പഠിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ഒബ്സർവ് യുവർ അപ്പോൾ സംഭവം നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെയോ രാത്രിയിൽ ഇറങ്ങിപ്പോയതിൻ്റെയോ ഒന്നുമല്ല. ഞാൻ 7:30 മോളെ സ്കൂളിന് വിട്ടിട്ട് ആണ് ഞാൻ ജോഗിങ്ങിന് പോയത്. അല്ലാതെ വെളുപ്പിനെ 4 മണിക്കോ അല്ലാതെ ഇരുട്ടുള്ളപ്പോഴോ രാത്രിയിലോ ഒന്നുമല്ല പോയത്. പകൽ സമയത്ത് 7:30 കമ്മനഹള്ളി മെയിൻ റോഡിൽ കൂടെയാണ് ഞാൻ ഓടുന്നത്. ഇത് ഈ മെയിൻ റോഡിൽ നടന്ന സംഭവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ആൾക്കാർ ഡോഗ്സിനെ കൊണ്ട് വാക്കിന് പോകുന്നവരും എല്ലാം ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പോലും നമുക്ക് എൻ്റെ ആ ഒരു ഫിയർ പോവുകയല്ല ഇനിയും. കാരണം എനിക്കിപ്പം റോഡിൽ കൂടെ ഓടാനായിട്ട് പറ്റിയല്ല. എനിക്ക് ഹസ്ബൻഡിനെ നോക്കിയിരിക്കേണ്ടി വരും. എനിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഓടാനും വേണ്ടി ഇരിക്കും. ഞാൻ അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എനിക്കങ്ങനെ പറ്റത്തില്ല റെസ്ട്രിക്ഷൻസ്. അപ്പോൾ പിന്നെ ഞാൻ വേറെ സമയം കണ്ടെത്തി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ തന്നെ ട്രെഡ്മില്ല് വാങ്ങിച്ച് ഓടാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സമയവും ഒക്കെ നോക്കി നമ്മുടെ ടൈമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നേരം വെളുത്ത് എഴുന്നേറ്റ് വാക്കിന് പോകുന്നതും എല്ലാം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ സമയം. ലോകത്തിനെ നമുക്ക് ഫുള്ളി നന്നാക്കാൻ പറ്റുകയില്ലല്ലോ. അന്നേരം ഞങ്ങളിപ്പം നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. രാവിലെ ആൾക്കാർ റോഡിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഡോഗ്സിനെ വാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നാൽ നമ്മുടെ പണികൾ തീരുകയും ചെയ്യും. ഡോഗ്സിൻ്റെ വാക്കും നടക്കും. അവരും ഹാപ്പി, നമുക്ക് ടെൻഷനും ഇല്ല. ഹോട്ടലുകളിൽ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് സെല്ല് ചെയ്യുന്നു. ആദ്യമൊക്കെ ഞാനിവിടെ വന്നപ്പം ഈ റോഡിലിരുന്ന് ഫുഡ് കഴിച്ചാൽ കൊള്ളുമോ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ കൊറോണയുടെ സമയത്ത് ഇവരുടെയൊക്കെ ഫുഡ് നമുക്കിതേ ഉണ്ടായിരുന്നുള്ളല്ലോ. ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. ഹോട്ടലിൽ പോയി അന്യായ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ്. വാക്കിന് പോകുമ്പം ചിലർക്ക് കാണുമ്പോൾ ഒരു കൗതുകം. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു വീഡിയോ എടുത്തോട്ടെ, നല്ലതാണ്, ഇഷ്ടമുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ വെയിറ്റ് കം ലെറ്റ്സ് ഗോ. പക്ഷേ അത് അവർക്ക്, എൻ്റെ ഡോഗ്സിനെ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരെണ്ണം അതിലേയും പോകും, ഒരെണ്ണം ഇതിലേയും പോകും. ജൂഡിക്കാണെങ്കിൽ ആൾക്കാരെ ഭയങ്കര പേടിയാണ്. ജൂഡി പിന്നെ കണ്ടം വഴി ഓടും. പിന്നെ ഞാൻ ഇവൻ്റെ പുറകെ ഓടേണ്ടി വരും. അപ്പം മറ്റേ രണ്ടെണ്ണത്തിന് പിന്നെ ഞാൻ എന്തോ ചെയ്യും? ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർക്കൊരു ഫോട്ടോ എടുക്കണം, അത്രേ ഉള്ളൂ. എനിക്കും ഇഷ്ടമാണ് ഡോഗ്സിനെ ആരെങ്കിലും വാക്ക് ചെയ്തുകൊണ്ട് പോകുമ്പം. പക്ഷേ ഞാൻ ഒരിക്കലും പോയി അവരെ പിടിക്കാനോ ഇതിനും പോവുകയല്ല. ഞാൻ ആദ്യം അവരോട് ചോദിക്കും തൊട്ടോട്ടെ അല്ലെങ്കിൽ പെറ്റ് ചെയ്തോട്ടെ എന്ന്. അവർ ചിലപ്പോൾ പറയും നോന്ന്. അത് കുഴപ്പമില്ല, അവർക്കറിയാമല്ലോ അവരുടെ ഡോഗിൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എനിവേ ഇപ്പം ഒന്നും സംഭവിച്ചില്ല. അവർ ജസ്റ്റ് ആ പോസ്റ്റിൻ്റെ അവിടെ വെച്ചൊന്ന് കുരുങ്ങി, അത്രേ ഉള്ളൂ. പോസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് കുരുങ്ങി. ഇല്ലെങ്കിൽ ജൂഡി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയനായിരുന്നു. എനിവേ നമ്മുടെ പാലൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നു. ഇനിയും പാലൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ പാലൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്താറായി. ഞാൻ തന്നെ ഇങ്ങനെ ഇവരെയും കൊണ്ടിപ്പം പോകാറില്ല, പാലൊന്നും വാങ്ങിക്കാൻ പോകാറില്ല. ഞങ്ങൾ രാവിലെ വാക്ക് കഴിഞ്ഞ് വന്ന് ഹസ്ബൻഡ് ജോഗിങ്ങിന് പോവും. അത് കഴിഞ്ഞ് പുള്ളിയാണ് തിരിച്ച് വരുമ്പോഴാണ് പാല് വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത്. ഇന്നിപ്പം പുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൊണ്ട് വാക്കിന് പോയി ഇത്രയൊക്കെ ലേറ്റായത്. എനിക്ക് പിന്നെ വീട്ടിൽ പണിയുണ്ടല്ലോ, ഏവിയറി കാര്യങ്ങൾ നോക്കണം, പെറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ട്. ലോകത്തിൽ നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മൾ മാനുവർ ചെയ്ത് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ പുറത്ത് ചാടി നമ്മൾ നല്ലതായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഇതെല്ലാം കൂടെ പറഞ്ഞ് ദുഃഖിച്ചിരുന്നിട്ടൊന്നും ഒന്നും നേടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തി നമ്മളുടെ ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസുകളിലൂടെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.